ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കോഴിക്കോടാണ്. അക്ഷരം വീട്ടിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഇൻട്രോ. ഈ ബാക്കിലിരിക്കുന്ന സോളാർ പാനലാട്ടോ, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവര് അത് ഫിക്സ് ചെയ്യാത്ത ഗ്യാപ്പിൽ ഈ ഡ്രില്ല് ചെയ്യുന്ന ശബ്ദം ഇല്ലാത്ത സമയത്ത് ഒരു ഇൻട്രോ പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞൊരു 10 മിനിറ്റ് ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ രാവിലെ എണീറ്റ് ചുമ്മാ ഈ മുറ്റത്ത് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്, കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ്. അങ്ങനത്തെ ദിവസമാണ് വീഡിയോ എടുക്കാൻ പൊതുവേ രസമുള്ളത്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ അത്യാവശ്യം പാക്ഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ നാട്ടിലെ പിന്നെ കാണാൻ രസമുള്ള രീതിയിലുള്ളൊരു വീഡിയോ എടുക്കാം. ഇന്നലെയും ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷെ ചില ദിവസം നമുക്ക് എടുത്തു വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ അങ്ങോട്ട് കിട്ടില്ല, നമുക്കൊരു ചെയ്യാനൊരു മൂഡ് തോന്നില്ല. അങ്ങനെ അതിൻ്റെ മുകളിൽ ഇന്നലെ എടുത്ത വീഡിയോ പകുതി നിർത്തിയതായിരുന്നു. അപ്പൊ ഇന്ന് നമുക്കൊരു ഫുൾ ഡേ ഇൻ കാലിക്കറ്റ് അക്ഷരം എടുക്കാം അല്ലെ വിഷ്ണു? ഞങ്ങൾ രണ്ടുപേരും രാവിലെ എണീറ്റ് കുറച്ചു നേരമായേ ഉള്ളൂ. അമ്മയും അച്ഛനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമുക്കിപ്പോൾ പുറത്ത് പോകണം, ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂറിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തിറങ്ങാം കേട്ടോ. ഇഷ്ടം പോലെ വണ്ടികളാണ് മുറ്റത്ത് കണ്ടോ. മുകളിൽ പണി നടക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കാനും പണി ചെയ്യാനും ഒക്കെ വന്നവരുടെ വണ്ടികളാണ് എല്ലാം. അപ്പോൾ തൽക്കാലം നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ആയിട്ട് ഇറങ്ങാം. വിഷ്ണു ഇന്ന് വർക്കിംഗ് ആണ്, വിഷ്ണു പണിയിലായിരിക്കും അല്ലേ? ഇവിടെ എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണ്ടേ മുടി വെട്ടാൻ? നമ്മുടെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് കേട്ടോ. വന്നിട്ടുള്ള കുറച്ച് ദിവസം നമ്മൾ പുട്ട് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ അമ്മ? കുറച്ച് ദിവസം ഒരു ഇമ്പോർട്ടൻസ് തന്നായിരുന്നു പുട്ടൊന്നും ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം പുട്ട് നമ്മൾ അവിടെ അനങ്ങി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു. അതിന്റെ പീരീഡ് കഴിഞ്ഞു. ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറയാൻ നോക്കുക. ഇന്ന് രാവിലെ തൊട്ടിട്ട് ഇവിടെ ഈ ഒരു ഫിക്സിങ് പരിപാടി ആയത് കാരണം ഭയങ്കര ശബ്ദമാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലാണ് എന്തെങ്കിലും വീട്ടിലേക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സമയം 10:10 നമുക്ക് ഇറങ്ങണം. ടീച്ചർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല കേട്ടോ. ഡ്രസ് ചെയ്ത് വരുമ്പോൾ അവസാനം എൻ്റെ അമ്മയ്ക്ക് ഒരു ടീച്ചേഴ്സ് ലുക്ക് ഉണ്ടായിരിക്കും. ഫോട്ടോക്ക് പോസ് ചെയ്യുമ്പോൾ എങ്ങനെ ക്ലാസ് ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന പോലെയോ അമ്മയും പ്രിയദർശിനിയൊക്കെ. അതെ, നമ്മള് ഇലക്ട്രിക് ഓട്ടോയിലാ പോണല്ലേ അമ്മ? ഇലക്ട്രിക് ഓട്ടോ ഭയങ്കര അടിപൊളിയാന്ന് അമ്മ ഇവിടെ വന്നപ്പോ തൊട്ട് പറയുന്നുണ്ട്. പ്ലെയിനിലോ? അപ്പൊ നമ്മള് ഇലക്ട്രിക് ഓട്ടോയിലാ പോണം. വിഷ്ണുവിന് മുടി വെട്ടാൻ പോകാറുള്ളതുകൊണ്ട് വണ്ടി എടുക്കണം. അപ്പൊ നമുക്ക് വണ്ടിയില്ല. അയ്യോ, സാരി എടുക്കണ്ടേ? ബ്ലൗസ് തുന്നാൻ കൊടുക്കാം. നമ്മൾ സാരിയും ബ്ലൗസിന്റെ പീസൊന്നും എടുക്കാതെയാണ് ബ്ലൗസ് തുന്നാൻ കൊടുക്കാൻ വേണ്ടി പോണേ. ഇത് ഗീതുവിന് വേണ്ടി വാങ്ങിയ സാരിയാണ്. ഗീതുവിന് വേണ്ടി വാങ്ങിയ സാരിയാണ്. ഇത് അമ്മയുടെ സാരിയാണ്, വളകാപ്പിന്റെ അമ്മയുടെ സാരി. അമ്മ ഇത് ബ്ലൗസ് വർക്ക് ചെയ്യണ്ടേ? ബ്ലൗസ് വർക്ക് ചെയ്യല്ലേ? ഇത് വിഷ്ണുവിന്റെ ഒരു കുർത്തയാണ്, ഇത് പാകല്ല. ലൈനിങ് എടുക്കാം. ശരി, എല്ലാത്തിനും ലൈനിങ് കൊടുക്കണ്ടേ? ലൈനിങ് കൊടുക്കണ്ടേന്ന്. ഇത് ഞാൻ എനിക്ക് വിഷുവിന് വേണ്ടി വാങ്ങിയ സാരിയാണ്. ഇത് ഞാൻ കളർ കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങിയൊരു സാരിയാണ്. ഇത് പ്ലെയിൻ ഈ കളർ മാത്രം. അപ്പോൾ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. വിഷ്ണു മുടി മുറിക്കാൻ വേണ്ടി നേരെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കടയിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. നമുക്കാണെങ്കിൽ 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ നമുക്കിന്ന് കാർ എടുക്കാം. എൻ്റെ മുഖത്ത് കണ്ടോ ആകെ അലർജി വന്നിരിക്കുന്നത്. പെട്ടെന്ന് വെതർ ചേഞ്ച് വന്നോണ്ടോ തോന്നണു. ഇവിടെ ഉണ്ട്. എത്ര ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ആകെ റെഡ് പാച്ചസ് ആണ് അല്ലേ? പക്ഷെ ഇന്നലത്തെക്കാളും കുറച്ച് കുറഞ്ഞു. ഇനി അഡ്ജസ്റ്റഡ് ആയിട്ട് വരണം. വെയിലത്ത് പോകുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. മുന്നേ ഇവിടെ വരുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല വെയിലല്ലേ? പ്രായത്തിന്റെ പിന്നെ കുറച്ചായിട്ട് അവിടെ തന്നെയല്ലേ അതിന്റെ ഒരു വ്യത്യാസം. പെട്ടെന്ന് അവിടെ തണുപ്പല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ഇത്ര ചൂടിക്ക് വന്നപ്പോഴുള്ള വ്യത്യാസം തോന്നുന്നു. കൈയിന്റെ മുകളിലൊക്കെ ഉണ്ട് എനിക്ക് ഇങ്ങനെ കണ്ടോ, ക്ലിയർ ആയി കാണാനുണ്ട്. അതോടെ നിൽക്കട്ടെ. എനിക്ക് വേറൊരു കാര്യം പറയണ്ട അമ്മ. നമ്മുടെ മകൻ എനിക്ക് പലപ്പോഴും പറ്റാറില്ല. കുറച്ചും കൂടെ അടിച്ചു വളർത്തണമായിരുന്നു. ഒന്ന് താടി ഷേപ്പ് ചെയ്യാൻ പോവാൻ പറഞ്ഞിട്ട് അതിന് കാറ് വേണം, സ്കൂട്ടർ വേണം. ബേസിക്കലി വീട് വിട്ടിറങ്ങാൻ വയ്യാത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ വിഷമം ഞാൻ മുൻകൂട്ടി അറിയിച്ചിരിക്കണം കേട്ടോ. എനിക്ക് എത്ര പറ്റുന്നില്ല. ഞാൻ വേണ്ടി 2 കൊടുക്കാന്ന് പറഞ്ഞാലേ അമ്മ വീട്ടിൽ ഉമ്മയൊക്കെ കൊടുത്തിട്ട് വരും. അത് ഇൻജസ്റ്റിസ് ആണ്.
നമ്മൾ SM സ്ട്രീറ്റിൽ എത്തിയിട്ടോ. ഇവിടെ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ബ്ലൗസും ഉണ്ട്, എന്റെ ബ്ലൗസും ഉണ്ട് അല്ലേ. അയ്യോ, ചില വണ്ടിയൊക്കെ വരുന്നതാണ് എനിക്ക് പേടിയായി പോണം. തട്ടിയില്ലാന്ന് തോന്നുന്നു. ഇന്നലെ ഏകദേശം ഇതേ സമയം ഞാനും അമ്മയും കാലിക്കറ്റ് ടൗണിൽ തന്നെ ആയിരുന്നു കേട്ടോ. നേരത്തെ കണ്ട സാരികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. എനിക്കാണെങ്കിൽ ബ്ലൗസ് പെട്ടെന്ന് അടിച്ച് കിട്ടണമായിരുന്നു. കാരണം 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ വളാഞ്ചേരി പോവാണ്. പിന്നെ എനിക്കൊരു ബ്ലൗസിൻ്റെ ആവശ്യം നാളെ തന്നെ ഉണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും അവസാന മിനിറ്റ് നോക്കുകൊണ്ടേ ഇവിടെ അമ്മയ്ക്ക് അറിയുന്ന കുറച്ച് കടകളിലൊക്കെ പോയി ചോദിച്ചെങ്കിലും അവർ പെട്ടെന്ന് ഇത്ര വിഷുവിന് തിരക്കൊക്കെ ആവുകൊണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഷു ഓണൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ ഇതെൻ്റെ മിസ്റ്റേക്കാണ്. അങ്ങനെ പെട്ടെന്നായിരുന്നു എനിക്ക് അഞ്ജലീനെ ഓർമ്മ വന്നത്. അഞ്ജലീനായിട്ട് ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അഞ്ജലിക്ക് ഇവിടെ നക്ഷത്ര ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് SM സ്ട്രീറ്റിലൊരു ഷോപ്പുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഞാൻ അഞ്ജലിക്കപ്പം മെസ്സേജ് അയക്കാൻ തോന്നി അയച്ചു കഴിഞ്ഞപ്പോൾ വരാൻ വേണ്ടി പറഞ്ഞു. ഒരു ബ്ലൗസ് എനിക്ക് നാളെ തന്നെ വേണമായിരുന്നു. അപ്പോൾ അതും പിന്നെ ബാക്കി എല്ലാ ബ്ലൗസും 1-2 ദിവസത്തിൽ തരാമെന്നും പറഞ്ഞു കേട്ടോ. എല്ലാ സമയത്തും ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഞാനിങ്ങനെ ഉഴപ്പുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടാറുണ്ട്. ഇത്തവണത്തെ അതിൻ്റെ ഒരു സൊല്യൂഷനായിരുന്നു അഞ്ജലി. മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മാലയും കമ്മലും ഒക്കെ വാങ്ങിക്കണം. കുറച്ചല്ല കേട്ടോ, 1-2 മാലയും കമ്മലും വാങ്ങിക്കണം. ഈ എടുത്ത സാരിക്കൊക്കെ ഏകദേശം ചേർന്ന് പോകുന്ന രീതിയിൽ. ഇവിടെ SM സ്ട്രീറ്റിൽ ഏത് കടയിൽ കയറണമെന്ന് നമുക്ക് സംശയമായി പോകട്ടോ. കാരണം അത്ര അധികം നല്ല ഭംഗിയുള്ള കുറേ ജ്വല്ലറീസ് വെച്ചിട്ടുള്ള ഷോപ്പ് കണ്ടു. ആദ്യം കണ്ട ഒരു കടയിൽ തന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അധികം കടകളിലും കാർഡ് പേയ്മെൻറ്റ് എടുക്കുന്നില്ല കേട്ടോ. അതെനിക്ക് ചെറിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം അധികം കടകളിലും ഗൂഗിൾ പേ ആണ്. എനിക്കാണെങ്കിൽ ഗൂഗിൾ പേ ഇല്ല. കാരണം എൻ്റെ അക്കൗണ്ടിൽ നമ്മുടെ അവിടുത്തെ ഡച്ച് നമ്പറാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഗൂഗിൾ പേ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ തൽക്കാലം നമ്മൾ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ചൂട് കാരണം നല്ല ചൂടുണ്ട്. വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരു പരിപാടി ഉണ്ടല്ലോ അമ്മ. അത് കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഒരാളിരുന്ന് കാര്യം സാധിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഒരുവിധം നമ്മൾ തൽക്കാലത്തേക്കുള്ള ഷോപ്പിംഗ് അവസാനിപ്പിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ. വീട്ടിൽ നമ്മൾ പാരഗന്റെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. ഇന്നലെ രാത്രിക്ക് ഭയങ്കരമായിട്ട് പാരഗൻ ബിരിയാണി കഴിക്കാൻ കൊതി വന്നു. പക്ഷെ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറന്നുകൊണ്ട് അമ്മ രാവിലെ നീട്ടിടുന്ന സാമ്പാറുണ്ട്. അത് സാമ്പാറുണ്ടാക്കി. പക്ഷെ സാമ്പാർ നമ്മൾ നാളെ ഉപയോഗിക്കും. അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ ക്രാബ് ഇടുന്നത് നമ്മളിടായിരുന്നത്. നമുക്ക് അറിയണ്ടായിരുന്നില്ല അത് അല്ലേ. തീരെ അറിയണ്ടായില്ല. പക്ഷെ ശീലമായ ഒരു കാര്യമായി പോയി. മാറ്റിയെടുക്കാൻ കുറച്ച് മാറ്റണം. അതിനുശേഷം ഞാനും വാങ്ങിച്ചു നോക്കി അതിനെ പറ്റിയിട്ട്. അത് ഇടുന്നത് അത്ര കാരണം തല ഇടിക്കുമ്പോ ഇവിടെ കുറച്ച് ഇതല്ലേ, അതുകൊണ്ടാണ് തോന്നണം. അങ്ങനെ അതെ, അത് പോയി. എനിക്ക് ഞാന് മുന്നേക്കെ ഇങ്ങനെ കുട്ടിയായിരുന്ന സമയത്ത് വെക്കേഷൻ സമയത്താണ് ഇങ്ങനെ കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ നമ്മൾ ഷോപ്പിങ്ങിന് വരിക. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 5 മിനിറ്റിൽ കോഴിക്കോടേക്ക് എത്തണത് എനിക്ക് എന്തോ ഒരു പുതിയ കാര്യം പോലെ തോന്നുക. മറ്റേ നമ്മൾ ഇറങ്ങി കുറച്ചേരം യാത്ര ചെയ്തിട്ടൊക്കെയാണല്ലോ കോഴിക്കോടും തൃശ്ശൂരൊക്കെ എത്തുക. അപ്പൊ ഇത് രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം ഒന്നും നമ്മൾ പറഞ്ഞില്ലേ വീട്ടിലാകെ മൊത്തം വണ്ടികളാണ്. ഇവിടെ മുകളിൽ പണി നടക്കുന്നുണ്ട്. അമ്മ നോക്കി നോക്ക്, കൂളായിട്ട് ഡ്രൈവർ സീറ്റിൽ നിന്ന് സൈഡത്തെ സീറ്റിലോട്ട് ചാടി. കാരണം ഈ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അമ്മ കാറിന്റെ അകത്ത് അല്ലെങ്കിൽ സീറ്റുകൾ ചാടാൻ പിടിക്കുകയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒരു വലിയ കഥ ഉണ്ട്. അമ്മയും വിഷ്ണു കൂടെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയതിന്റെ. നമുക്ക് ആ ചിറ്റാറ്റ് വീഡിയോയിൽ പറയാട്ടോ. അത് കടി ചെയ്തോ? മുട്ടിക്കനായല്ലോ. മുടി കളർ ചെയ്തോ? നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ബിരിയാണിയാണ് കേട്ടോ അത്. സാധാരണ നാട്ടിൽ വന്നാൽ നമ്മൾ കുറേ ഭക്ഷണം പുറത്തുനിന്നൊക്കെ ഓർഡർ ചെയ്യും, പുറത്തു പോയി കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ നമ്മൾ പ്രഗ്നൻ്റ് ആവുകൊണ്ട് പുറത്തുനിന്നുള്ള കഴിപ്പ് നമ്മൾ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കഴിക്കുന്നില്ല ഒന്നുമില്ല കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞ 2-2.5 കൊല്ലമായിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. ഒരു ചേച്ചി എന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്ക് ഇങ്ങനെ 1-2 തവണ ചേച്ചിമാരൊക്കെ മാറാറുണ്ട്. അമ്മമ്മയ്ക്ക് ഏകദേശം 95 വയസ്സായി. അപ്പോൾ അമ്മമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടും പിന്നെ അമ്മമ്മ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അമ്മമ്മേനെ ഒറ്റയ്ക്കാക്കി പുറത്തു പോകാൻ പറ്റില്ലല്ലോ അമ്മയ്ക്കും അച്ഛനും. അപ്പോൾ പുറത്ത് പോകുമ്പോൾ അമ്മമ്മയുടെ ഒപ്പം ഇരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഒരു ചേച്ചി നമ്മൾ കഴിഞ്ഞൊരു 2-2.5 കൊല്ലമായിട്ട് വീട്ടിലുണ്ടാവാറുണ്ട്. ചെറുതായിട്ട് കുക്കിങ്ങിനും കാര്യത്തിനും ഒക്കെ അവർ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റെങ്കിലും ഒന്ന് കിടക്കണ്ടേ. അപ്പം ഞാൻ പോയിട്ട് ഒരു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വരാം കേട്ടോ. ഇന്നലെ ഞാനും അമ്മയും കൂടെ ഒരു ചെറിയ സാരി ഷോപ്പിങ്ങിന് പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്തോ ഒരു ഫ്ലോ കിട്ടാത്തത് കാരണം നിർത്തിയതായിരുന്നു. ഇന്നലെ എടുത്ത കുറച്ച് ക്ലിപ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ട് തിരിച്ചു വന്നാലോ. ഞാനും അമ്മയും കൂടെ
അങ്ങനെ പറയുന്നത് അമ്മ ഭയങ്കര ഡ്രൈവിംഗ് എല്ലാരും പറയുന്നത്. എന്നാലും ഇടത്തോട്ട് നോക്കി ഓടിക്കാറില്ലല്ലോ, നേരെ നോക്കണ്ടേ. അപ്പൊ നമ്മള് ചുമ്മാ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയത് കേട്ടോ. ചുമ്മാ ഷോപ്പിംഗ് അല്ല, നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട് എന്തൊക്കെയാ വാങ്ങിക്കേണ്ടതെന്ന്. ഒന്ന്, അമ്മയ്ക്കൊരു സാരി വാങ്ങിക്കാനുണ്ട് നമ്മുടെ വളകാപ്പിന്. രണ്ട്, എനിക്ക് 2 സാരി വാങ്ങിക്കാനുണ്ട്. ഒന്ന് നമ്മുടെ വിഷുവിന് വേണ്ടിയിട്ടും, പിന്നെ ഒന്ന് ഒരു സാരിയുടെ ഒരു ആവശ്യം കൂടെ ഉണ്ട്. അത് പിന്നെ ഗീതുവിന് ഒരു സാരി വാങ്ങിക്കാനുണ്ട്. ഗീതുവിന് ജൂലൈയിൽ നാട്ടിൽ വരുന്നുണ്ട്, ഒരു കല്യാണം ഉണ്ട്. അപ്പോ ഗീതുവിന് വന്നിട്ട് സാരി എടുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമില്ല, കല്യാണത്തിന്റെ തലേന്നാണ് വരുന്നത്. കാരണം എന്താ അറിയോ, എന്റെ ഡ്യൂ ഡേറ്റ് ആ സമയത്തിനോട് അടുത്ത്. അതുകൊണ്ട് കല്യാണത്തിന്റെ തലേന്നാണ് ഗീതു എത്തണത്. അപ്പൊ നേരത്തെ പ്രസവിക്കണം കോൺട്രാക്ട് എടുക്കേണ്ടി വരും. അത് പറഞ്ഞിക്കണോ? അപ്പൊ അതുകൊണ്ട് ഗീതുവിനൊരു സാരി വാങ്ങിച്ച് മെഷർമെന്റ്സും കാര്യങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ബ്ലൗസ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം പോണേന്റെ ഉള്ളില്. പിന്നെ ഒരു ചെരുപ്പ് വാങ്ങിക്കണം, 2 മാല വാങ്ങിക്കണം, 2 കമ്മല് വാങ്ങിക്കണം. അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. ഇനി നോക്കാം, കാരണം ബ്ലോക്കിൽ സാരിയൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലേ ഏത് കടയിൽ പോകണം നമുക്ക് കൺഫ്യൂഷനായി പോവും. അത്ര അധികം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓരോരോ കടകളായി കയറി ഇറങ്ങി അവസാനം നമ്മൾ കല്യാണിലെത്തിയിട്ടുണ്ട്. ആദ്യം ഗീതുവിനുള്ളൊരു സാരി നോക്കാമെന്ന് വിചാരിച്ചേ. കുറേ ഓപ്ഷൻസ് നോക്കിയെങ്കിലും എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കാഞ്ചീപുരത്തിൽ വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അവസാനം ഈ ഒരു സാരി നമ്മളെടുത്തു. ഇനി അമ്മയ്ക്ക് വളകാപ്പിനുള്ളൊരു സാരി നോക്കാം. ഞാനൊരു കളർ പാലറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാമിലിയിൽ എല്ലാവരും വരുന്നവരുടെ അടുത്ത്. അപ്പോൾ അതിൽ റോസും വരുന്നുണ്ട്, യെല്ലോയും വരുന്നുണ്ട്. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അവസാനം അമ്മ ഒരു യെല്ലോ സാരിയാണ് കേട്ടോ എടുത്തത്. ലഞ്ച് കഴിഞ്ഞ് കുറച്ചു നേരം ഞാൻ റൂമിൽ ഒന്നിങ്ങനെ ഒരു 15 മിനിറ്റ് എത്ര കിട്ടിയിട്ടുള്ളൂ. നമുക്ക് വീണ്ടും പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവിടെ റേഡിയോ മാംഗോയില് ഒരു കോആർജി ആയിട്ട് ഒരു മണിക്കൂർ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മുന്നേ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആർജെ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ എങ്ങനെ ആർജെ ആവാന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായില്ല, കൂടുതൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിക്ക് ഇങ്ങനത്തെ ചില ജോലികൾ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നില്ലേ, അങ്ങനത്തെ ഒരു ജോലിയായിരുന്നു ആർജെ. അപ്പം എന്തായാലും ഒരു ആർജെ ആവാൻ പറ്റിയില്ലെങ്കിലും ഒരു മണിക്കൂറിന് ഒരു കോ ആർജെ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കോഴിക്കോട് തന്നെയാണ് അവരുടെ ഓഫീസ് വരുന്നത്. മനോരമ ബിൽഡിംഗ് അങ്ങനെ എന്തോ പറഞ്ഞ, കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് ഇറങ്ങാം. 3:45 അവിടെ എത്താനാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 2:45. 15 മിനിറ്റേ ഉള്ളൂ അവിടെ നിന്ന് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങാം. ഞാൻ വന്നതിന് ശേഷം അമ്മയ്ക്ക് റെസ്റ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്കൊരു ദിവസം 1-2 തവണയൊക്കെ ഒന്ന് പുറത്തു പോയി വന്ന ഒരു മനസ്സമാധാനമാണ്. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ കറങ്ങാൻ പോകാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അമ്മയും കൂടെ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ റേഡിയോ മാംഗോയിൽ പോകണം കേട്ടോ. അമ്മ ഒരു ആർജെ ആവേണ്ടതായിരുന്നു അല്ലേ? അപ്പൊ എന്തിനാ പോയിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്? ഇപ്പോഴും ആഗ്രഹമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, വയസ്സ് കുറച്ചായില്ല. വയസ്സൊക്കെ ഒരു വിഷയമാണോ? ആരെങ്കിലും വിളിച്ചപ്പോഴും അല്ല, അമ്മ എന്തോ ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നല്ലേ? അമ്മന്റെ അവിടെ പോയിട്ട് ന്യൂസ് വായിച്ചു അങ്ങനെ അവിടെ പോയി. അവര് 10 മിനിറ്റോട് വായിക്കാൻ തന്ന ന്യൂസ് ഞാൻ 3 മിനിറ്റോട് വായിച്ചു. പോയിക്കോളാം പറഞ്ഞു. 4-5 മിനിറ്റോട് പോയിക്കോളാം പറഞ്ഞു. അപ്പോ എനിക്കും ആർജെ ആവാൻ ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ പല ഇഷ്ടങ്ങളുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ട്. ഇഷ്ടമായിട്ട് അങ്ങനെ വെക്കുകയല്ലേ ഉള്ളൂ, മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഒരു രസം ചുമ്മാ പോയിട്ട് ഇങ്ങനെ കോർജായിട്ടിരിക്കാൻ നോക്കി നോക്കി. എന്താ പരിപാടി എനിക്ക് മുഴുവൻ അറിയില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്കൊരു ജ്യൂസ് കുടിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോണത്. അന്ന് രാവിലെ എന്താ പോകുന്ന ജ്യൂസൊക്കെ കുടിച്ചിരിക്കുന്നു മെഷർമെന്റ് സമയത്ത്. ഈവനിങ് 5 മണിക്ക് RJ അഞ്ജലിയുടെ ഒപ്പമാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാം വരുന്നത്. ഏകദേശം എന്താ സംഗതി എന്നൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടോ അമ്മ? എനിക്ക് ടെൻഷൻ ഉണ്ട്. നമ്മളങ്ങനെ ഇതേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവർ 2 പേരുടെയും ശബ്ദം ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടായിരിക്കും. ഒരാൾ RJ അഞ്ജലി, ഒരാൾ RJ ആദി. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ അവരെനിക്ക് ചെറിയൊരു ക്ലാസ് തരുമായിരുന്നു. ഒപ്പം ഇന്ന് നമ്മൾ പരിപാടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയ ഒരു ഡിസ്കഷനും കൂടെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്ലോക്കിലെ സമയം കൃത്യം 5 മണിയായിരിക്കും. കോഴിക്കോട് സിറ്റിയും 5 മണിയും തമ്മിലൊരു കണക്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത തിരക്കായിരിക്കും. പക്ഷേ നമ്മൾ പല ജോലികളും പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്ന് വിചാരിക്കില്ലേ? മുന്നേ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അമ്മ അടുക്കളയിൽ കിടന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്, ഒരു പണിയില്ല എന്നാ. പിന്നെ ഞാനത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഒരു കഷ്ടപ്പാട് എനിക്ക് മനസ്സിലായത്. ആ തിരക്കൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അങ്ങനെ വിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം വിഷയത്തിൽ പെട്ടത് തന്നെ ഇവിടെ എത്തി കറക്റ്റ് സമയത്ത്. അതാണ് ആരാണ് ആ ഹോയ് വിട്ടത് എന്നല്ലേ ആലോചിക്കുന്നത്. എന്റെ ആയിരുന്നു.
അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ഈ RJ പ്രൊഫഷനും കേട്ടോ. നമ്മളിങ്ങനെ നോക്കിക്കാണുമ്പോൾ എന്ത് രസമാണ് അവർ ചെയ്യുന്ന പല ജോലികളും, ഭയങ്കര രസമാണല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുന്ന പണികൾ ഇത്ര ക്ലോസ് ആയിട്ട് എനിക്ക് അറിയാൻ പറ്റിയത് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു മണിക്കൂറിലാണ് കേട്ടോ. നമ്മൾ റെക്കോർഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അത് എയർ ചെയ്യണം, അതിനുശേഷം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യണം, പാട്ട് സെലക്ട് ചെയ്യണം, അതിനുശേഷം അതേ ടോണിൽ നമ്മൾ വീണ്ടും സംസാരിച്ച് തുടങ്ങണം. അങ്ങനെ ആകെ മൊത്തം എന്താണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്നുള്ളൊരു കാര്യം എനിക്ക് ഇവിടെ വന്ന് ഈ ഒരു മണിക്കൂറിലാണ് സംഗതികളെല്ലാം മനസ്സിലായത്. ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് എനിക്ക് കാര്യങ്ങളൊന്നും മുഴുവൻ അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ സംസാരിക്കുന്ന രീതിയും കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 20-25 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ട്രാക്കിലോട്ട് കയറിയത്. നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ ഞാൻ പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്ന്, അഞ്ജലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതെല്ലാം ആൻസർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ 2, ഈ ഒരു RJ പ്രൊഫഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര ക്ലോസ് ആയിട്ട് നോക്കിക്കാണാൻ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, അതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊതുവേ ഈ ഒരു 1-to-1 കോൺവെർസേഷൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാട്ടോ. എനിക്ക് ഒരുപാട് ആൾക്കാരുള്ളതിനേക്കാളും ഞാനും വേറൊരാളും മാത്രം സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് സമയം പോകുന്ന അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കൂടെ ഈ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെയ്ത ഒരു പരിപാടി എനിക്ക് നിങ്ങളെയും കൂടെ കേൾപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റുകയെന്ന് അറിയില്ല. അതിൻ്റെ ഒരു വോയിസ് നോട്ട് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അഞ്ജലി ഷെയർ ചെയ്തത്. പക്ഷെ അതല്ലാതെ ആ പ്രോഗ്രാം ഈവനിങ് 5 മണിക്കായിരുന്നു 91.9-ൽ. അത് തീർന്നു പോയതുകൊണ്ട് ഇനി എങ്ങനെ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ള വലിയൊരു ഐഡിയ എനിക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. എന്തായാലും ഇത് നമ്മൾ 1 മണിക്കൂർ പ്ലാൻ ചെയ്തെങ്കിലും ഈ പറഞ്ഞ പരിപാടി എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്ക് ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ കുറച്ച് പോസ്റ്റായിരുന്നു കേട്ടോ. അമ്മ 2-3 കാപ്പിയൊക്കെ കുടിച്ച് പുറത്തിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അമ്മ ഓക്കെ ആണോ എന്ന്. പിന്നെ അമ്മ വിധുവിനെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുറേ പേരെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ തിരക്കായിട്ടുള്ള സമയം പോയി. പിന്നെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് കാറിൽ മാത്രമേ കിട്ടുള്ളൂ, റേഡിയോ മാംഗോൻ്റെ ആപ്പിൽ കിട്ടില്ല. അതുകൊണ്ട് അമ്മേനോട് ഞാൻ കാറിൽ പോയിരുന്ന് കേൾക്കുന്നു എന്നൊക്കെ ചോദിക്കാൻ വിട്ടുപോയി. അല്ലെങ്കിൽ അമ്മയ്ക്ക് അതൊരു ചെറിയ എൻ്റർടൈൻമെൻ്റ് ആയേനെ. അമ്മയായിരുന്നു അന്നത്തെ റിയൽ പോസ്റ്റ്. 1 മണിക്കൂർ നമ്മൾ പറഞ്ഞു അമ്മേനെ അവിടെ ഇരുത്തിയതായിരുന്നു. അമ്മ ഒരു 2 മണിക്കൂറോളം വിധുവിനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അമ്മ കത്തി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെ, പോവാ. ഞങ്ങൾ ബ്ലൗസ് മേടിക്കാനുണ്ട്. നമുക്ക് എന്തായാലും ബേസ്മെന്റ് പോകേണ്ടി വരും. നല്ല തിരക്കാട്ടോ. അല്ല, ഇവിടെ ഇല്ല, റോട്ടില്. അതാണ് ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ ആവശ്യമില്ലാണ്ട് നമുക്ക് ഇതാക്കാനൊന്നും പറ്റില്ല. വീണ്ടും കല്യാണിൽ വന്നിരിക്കുകയാണ്. വിഷ്ണുവിന്റെ ജുബ്ബ ഒന്ന് മാറ്റാൻ ശേഷം മാത്രം മാറി, സൈസ് ചെറുതായി പോയി. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ എല്ലാവരും പുറത്തായിരിക്കുമല്ലോ. അതുകൊണ്ട് വിചാരിച്ച ഇത്ര സ്പീഡിലെ കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാ സ്ഥലത്തും കുറച്ച് റഷൊക്കെ ഉണ്ടായിരുന്നു. അമ്മ എന്നെ ഇമിറ്റേറ്റ് ചെയ്യട്ടോ. ഞാൻ അമ്മ അടുത്ത് പറയുമ്പോ ഞാൻ നാട്ടിൽ വന്നാൽ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ, എവിടെയും പോവില്ല. അമ്മ കഴിക്കുന്ന വീട്ടിൽ കയറി ഉണ്ടാവും. എവിടെയും വീട്ടിൽ പോവില്ല. ഇനിയിപ്പൊ അമ്മേനെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അമ്മയ്ക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നിട്ട് വിഷ്ണു വരാന്നാ പറഞ്ഞിരിക്കണം. നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇതുവരെ വാങ്ങിയിട്ടില്ല. അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇനി നമുക്ക് നാളെ ഇറങ്ങാം. ഇപ്പൊ രാത്രിയായില്ലേ, രാത്രി കട അടയ്ക്കുന്നതുകൊണ്ട് നാളെ എവിടെയും പോവില്ല. വിഷ്ണുവിൻ്റെ അവസ്ഥ ആക്ച്വലി കുറച്ച് കഷ്ടമാട്ടോ. കാരണം അവിടുത്തെ സമയത്തല്ലേ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1:15 ജോലിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ ജോലിയുണ്ട്. അതാകെ ഒരാഴ്ച ലീവ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 3 ആഴ്ചയും വർക്കിങ്ങും ആണ്. അപ്പോൾ നാട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, എല്ലാവരോടും സംസാരിക്കുക, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുക, എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, അതിനുശേഷം വന്ന് ജോലി എടുക്കുക, എല്ലാം കൂടെ കുറച്ചൊരു ബിസി സ്കെഡ്യൂളാണ് വിഷ്ണു ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്താണെന്നറിയോ? ഇത് നമുക്ക് കുഞ്ഞിന് വേണ്ടി കിട്ടിയ ചെറിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. ക്രോഷേ മമ്മ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവർ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ വീഡിയോൻ്റെ അവസാനം ആ ഒരു കാര്യം പറയാം കേട്ടോ. കാരണം 1-2 വാക്കിൽ അത് ഒതുക്കാൻ പറ്റില്ല. നമുക്ക് 2 പേർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗിഫ്റ്റ്. അതിൻ്റെ ഒപ്പം അഞ്ജലി ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് നമുക്ക് ബ്ലൗസ് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ഓണം സ്പെഷ്യൽ എന്നാണ് എനിക്ക് എപ്പോഴും വരിക. ഒരു വിഷു സ്പെഷ്യൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യമൊന്നും അല്ലാത്തതുകൊണ്ടേ തലേന്നാണ് കാര്യങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ സാരി എടുക്കലും ബ്ലൗസ് സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ ആയിട്ട് ഒരു ദിവസം അറേഞ്ച് ചെയ്തൊരു പരിപാടിയായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ഒരു ദിവസം കൊണ്ട് അഞ്ജലി സ്റ്റിച്ച് ചെയ്ത് തന്നു കേട്ടോ. തൽക്കാലം നമ്മൾ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയൊക്കെയോ ചെയ്തു തീർത്തു. ഭംഗിയിൽ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ അവർ. ഇത് ഞാൻ കാണിച്ചു തരാട്ടോ എന്താണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കല്ലേ ചെയ്തുള്ളൂ. എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ പുറത്തൊക്കെ പോയി വന്ന കൈ ആവുകൊണ്ടേ ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്ന് കൈയൊക്കെ കഴുകിയിട്ട് തുറക്കാന്ന്.
അമ്മയുടെ തുന്നൽ ക്ലാസ്സിന് പോകണം. അതെ. ഒന്നുമില്ലെങ്കിൽ ഞാൻ പഠിക്കാം, അല്ലെങ്കിൽ അവര് പഠിക്കും. നമുക്ക് ക്രോഷ്യ മമ്മ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് നേരത്തെ പറഞ്ഞില്ലേ തന്ന ഒരു ഗിഫ്റ്റാണ്. അതിൻ്റെ ഒപ്പം അവരൊരു കാര്യം കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് 21-ാം തീയതി. അപ്പോൾ അതിക്ക് ഉള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു സീറ്റ് റിസർവ് ചെയ്തതും കൂടെ അല്ലേ. ഞാൻ നാട്ടിലുണ്ടാ, എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ പോയാൽ എനിക്ക് ഇഷ്ടം അത്. അതുകൊണ്ട് അമ്മേനെ ചേർത്തു. പിന്നെ തീർച്ചയായിട്ടും തമാശ എല്ലാം അങ്ങോട്ട് കൊണ്ടാക്കും രാവിലെ. ഞാന് സ്കൂളിലെ കുട്ടികളെ വീട്ടിൽ പോകണം. ഷോപ്പിങ്ങിന് പോവുക, പുറത്തു പോവുക, അങ്ങനത്തെ കാര്യങ്ങളോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് തിരിച്ച് വന്നാൽ വാങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എല്ലാവരെയും കാണിച്ച് എന്താണ് അതിൻ്റെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ബ്ലൗസൊക്കെ അമ്മ നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ അതുകൂടാതെ നമുക്ക് ആ നേരത്തെ ഗിഫ്റ്റ് കിട്ടിയ മറ്റേ കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയ സംഗതിയില്ലേ, അതൊക്കെ അമ്മ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു എങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ അഭിപ്രായമൊക്കെ കേട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ രസമാണല്ലോ. പിന്നെ അത് മാത്രമല്ല, പൊതുവെ വിഷ്ണുവിൻ്റെ അമ്മയുടെ വർത്താനം നല്ല രസമാണ് കേട്ടോ. വിഷ്ണുവും ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അത്യാവശ്യം തമാശയൊക്കെ ചേർത്ത് വർത്താനം പറയുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു കഴിവ് കിട്ടിയത് അമ്മയുടെ തന്നെയാണ്. അപ്പം എന്തായാലും കുറച്ചു നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പതുക്കെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. പക്ഷെ ആരും പോവരുത്, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ചെറിയ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ക്രോഷ്യ മമ്മ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ദേ ഈ കാണുന്ന ക്യൂട്ടായിട്ടുള്ള ഡോൾസ് നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി എനിക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. ക്രോഷ്യ മമ്മ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഓണർ ഒരു ക്രോഷ്യ ടീച്ചറാണ്. അവർ ഓൾമോസ്റ്റ് ഒരു 1000 കുട്ടികളിൽ കൂടുതൽ അവർ പഠിപ്പിച്ചിട്ടുമുണ്ട്. മുന്നേയൊക്കെ അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഓൺലൈൻ ക്ലാസ് കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് 21st. അതിലുള്ള ഒരു സീറ്റും കൂടെ അവരെനിക്ക് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 21നും ഒക്കെ കുറച്ച് കാലേ നാട്ടിലുള്ള ഒരു ക്ലാസ്സിന് പോകാനുള്ളൊരു സാഹചര്യം എനിക്കില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോഴും എല്ലാവരും തിരക്കാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ആ ഒരു സീറ്റ് നമ്മുടെ വീഡിയോ കാണുന്ന താല്പര്യമുള്ള, അതായത് ക്രോഷ്യ പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാമല്ലോ എന്ന്. ഈ കാണുന്ന ഇമെയിൽ ഐഡിയിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസും സ്ഥലവും വെച്ചിട്ടൊരു ഇമെയിൽ അയക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരാളെ പിക്ക് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാമായിരുന്നു. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു, ചെറിയൊരു ഉഴപ്പി വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.